ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്കും അതേപോലെ തന്നെ വലിയവർക്കും ഒക്കെ നല്ല കവിള് നല്ല തുടുത്ത് വരാനും അതേപോലെ തന്നെ ശരീരം വണ്ണം വെക്കാനും സഹായിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ അടിച്ചു കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ പണിയോ മടിയോ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. ഈത്തപ്പഴം, ബദാം, അതേപോലെ തന്നെ പഴം നേന്ത്രപ്പഴമാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ബദം എന്ന് പറയുന്നത് ഞാനൊരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം ഒരു 15 എണ്ണം, 2 ചെറിയ പഴമാണ് എടുത്തത്. അപ്പോൾ നിങ്ങളടുത്ത് വലിയ പഴം ഉള്ളതെങ്കിൽ നിങ്ങൾ ഒറ്റൊന്ന് എടുത്താൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. പിന്നെ ഈത്തപ്പഴം കുരു കളഞ്ഞ് ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് അടിച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഈ ഒരു ഈത്തപ്പഴം 15 എണ്ണം ഉണ്ട്. അതേപോലെ തന്നെ 20 ബദം ഞാൻ തലേന്ന് പുതിർത്തി വെച്ചതാണ്. അതിൻ്റെ തൊലി കളഞ്ഞെടുത്തതാണ്. നമ്മൾ തലേന്ന് പുതിർത്തി വെച്ചാൽ അതിന് ഹെൽത്ത് ബെനിഫിറ്റ് കൂടുതലാണ്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ജ്യൂസാക്കിയിട്ട് കൊണ്ടുവരാം. ഒട്ടും തന്നെ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര മാത്രമേ പണിയുള്ളൂ. അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ്. ഇതിൽ ഒരു തുള്ളി പഞ്ചസാര പോലും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഈത്തപ്പഴത്തിൻ്റെയും പഴത്തിൻ്റെയും മധുരം തന്നെ മതി. പിന്നെ ഇത് നേന്ത്രപ്പഴ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. തടി വെക്കാനും കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും നേന്ത്രപ്പഴം എടുക്കുന്നത്. പിന്നെ ബദം സോക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾ മറക്കരുത്. അതിന് ഞാൻ പറഞ്ഞല്ലോ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലാണ് എന്നുള്ളത്. ഇതുപോലെ ദിവസവും നിങ്ങൾ കുടിക്കുക എന്നാണെങ്കിൽ നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കും ഇത് കൊടുക്കാം, മുതിർന്നവർക്കും കൊടുക്കുക. ഒരു തുള്ളി പഞ്ചസാര പോലും ചേർക്കേണ്ട. വളരെ ഹെൽത്തിയും അതേപോലെ തന്നെ ടേസ്റ്റിയും ആയിട്ടുള്ള നല്ലൊരു ജ്യൂസാണിത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്